ഇത്തവണ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ കുറച്ച് കുട്ടി മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. മികച്ച സ്റ്റോറികൾ കണ്ടെത്തുന്നതിലും അവതരിപ്പിക്കുന്നതിലും ഇവർ സജീവമായിരുന്നു. കലോത്സവ വേദികളിലെല്ലാം എല്ലാവർക്കും ഒരുപോലെ നല്ല മാധ്യമ പ്രവർത്തകരാകണമെന്നാണ് ആഗ്രഹം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിഭാഗം ജേർണലിസം അധ്യാപകരുടെ സംഘടനയായ ഫ്രെയിംസ് ആണ് വിദ്യാർത്ഥികൾക്ക് കലോത്സവ വേദിയിൽ സമഗ്ര മാധ്യമ പ്രവർത്തനത്തിന് അവസരമൊരുക്കിയിരുന്നത്. ഇത്ര വലിയൊരു മേള ഈ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഹയർ സെക്കൻഡറിയിൽ ജേർണലിസം പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 20 വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു മാതൃക തീർക്കുകയാണിവിടെ. ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ഇവരെ പ്രായോഗികമായി പരിശീലിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. സത്യത്തിൽ പറയട്ടെ, ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി കുട്ടികളുടെ കഴിവ് കണ്ടിട്ട്. വിദ്യാർത്ഥികളുടെ പ്രയത്നത്തിൽ ഈ പേപ്പർ, യൂട്യൂബ്, വാർത്താ ചാനൽ എന്നിവ കലോത്സവം ആരംഭിച്ച ദിവസം മുതൽ തയ്യാറാക്കിയിരുന്നു. എല്ലാ ദിനവും രാവിലെ ഈ പേപ്പർ ഓൺലൈനായാണ് റിലീസ് ചെയ്തത്. യൂട്യൂബ് ചാനലിൽ കൃത്യമായ ഇടവേളകളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കലോത്സവ വാർത്തകളും വീഡിയോകളും അപ്ലോഡ് ചെയ്തിരുന്നു. വിഷ്വൽ മീഡിയയിലും പ്രിൻറ്റിംഗ് മീഡിയയിലും എല്ലാം അതേപോലെ നമ്മൾ മാക്സിമം ഒരു പറഞ്ഞിരുന്നുണ്ട്. പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും മന്ത്രി ശിവൻകുട്ടി സാറും എല്ലാം ഇതിന് സപ്പോർട്ട് ചെയ്തിരിക്കണം. പിന്നെ ഫ്രെയിംസ് ഫിസ്റ്റേര ടീച്ചേഴ്സ്, കേരളത്തിലുള്ള എല്ലാ ടീച്ചേഴ്സും ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറിയിൽ ജേർണലിസം പാഠ്യവിഷയമാക്കിയതിനു ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടന്നത്. ചാല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എഡിറ്റോറിയൽ റൂം പ്രവർത്തിച്ചത്. തിരുവനന്തപുരത്തെ വിവിധ സ്കൂളുകളിലെ 20 വിദ്യാർത്ഥികളും സംസ്ഥാനത്തെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ഹയർ സെക്കൻഡറി ജേർണലിസം അധ്യാപകരുമാണ് ഈ മാധ്യമ സംരംഭത്തിൽ പങ്കാളികളായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.